ഒരു മൂകാംബിക യാത്ര പോയ വിശേഷങ്ങളാണ് ഇനി നമ്മുടെ ഷോർട്സിലായിട്ട് കുറച്ച് ദിവസങ്ങളിലായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ പുറപ്പെട്ട കാര്യങ്ങൾ, അവിടെ എത്തിച്ചേർന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഷോർട്സിലുള്ളത്. ഞങ്ങൾ ചെന്നൈയിൽ നിന്നാണ് പോയിട്ടുള്ളത്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് യാത്ര തിരിക്കുന്നവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി എല്ലാ ടിക്കറ്റ്സും നേരത്തെ ബുക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് സാറ്റർഡേ 11-ാം തീയതി, ഏപ്രിൽ 11-ാം തീയതി സാറ്റർഡേ ഈവനിങ് 4 മണിക്കായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ. അവിടെ മാംഗ്ലൂരിലേക്കാണ് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാംഗ്ലൂർ ചെന്നത് പിറ്റേ ദിവസം രാവിലെ 7:30-ക്കാണ് എത്തിയത്. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇനി നമുക്ക് ബൈന്ദൂർ റോഡ് മൂകാംബിക എന്നുള്ള സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറണം. അപ്പോൾ എല്ലാ ടിക്കറ്റ്സും നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ സ്ലീപ്പർ കോച്ചിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവിടെ നിന്ന് ഒരു 4 മണിക്കൂറോളം യാത്രയുണ്ട് ബൈന്ദൂർ റോഡ് മൂകാംബികയ്ക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിനുകൾ തമ്മിൽ 1 മണിക്കൂറിന് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആവശ്യമുള്ള വെള്ളമൊക്കെ വാങ്ങി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് പിന്നെ യാത്ര തിരിച്ചു. പിന്നെ ബൈന്ദൂർ റോഡ് മൂകാംബിക എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ഒരുപാട് ടാക്സി, ഓട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അവിടുന്ന് നമുക്കൊരു 45 മിനിറ്റോളം യാത്രയുണ്ട്. അതിന് നമുക്ക് ബസ്സുണ്ട്. ബസ് കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് റോട്ടിലേക്ക് കയറി നിന്ന് നമുക്ക് ബസ് കിട്ടും. അതല്ലെങ്കിൽ ഇവിടുന്ന് ഓട്ടോയോ ടാക്സിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ പോവാം. നമ്മൾ 3 ആളാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓട്ടോയ്ക്ക് തന്നെ നമുക്ക് 600 രൂപയാണ് വന്നത്. ടാക്സി ആണെങ്കിൽ 1000 സംതിങ് ആണ് വരിക കേട്ടോ, 1000 ഒക്കെയാണ് വരിക. ഇവിടെ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ്സൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങനെ കുറച്ച് ഇങ്ങനെ വലിയ റോഡുകളിലൂടെയൊക്കെ പോയിട്ട് പിന്നെ കുറേ ഫോറസ്റ്റ് ഏരിയയാണ്. പിന്നെ ദേ ഈ കവാടം കണ്ടാൽ വലിയൊരു സന്തോഷമാണ് കേട്ടോ. ഈ കവാടം എത്തിക്കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തിയല്ലോ എന്നുള്ള ഒരു സന്തോഷം വരും. അത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറേ ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. ഇത് കർണാടക ഗവൺമെൻറ്റിൻ്റെ തന്നെ ലളിതാംബിക ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളടത്ത് അവിടെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. അവിടെ 800 രൂപയാണ് AC റൂമിന്. പിന്നെ ആ ചാർട്ട് കണ്ടില്ലേ, അതിൽ ഉണ്ട് ഡീറ്റെയിൽസ് അല്ലാതെ കേട്ടോ. AC റൂം ആണെങ്കിലും വലിയ റൂം തന്നെയാണ്, അത്യാവശ്യം നീറ്റായിട്ടുള്ള വലിയ റൂമാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലിടാം.